ഇനി മാറാതെ, അതായത് 2025 ഇനി മാറാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതികരിക്കാതെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു അറ്റ്മോസ്ഫിയർ പൊല്യൂഷനും ഈ പറയുന്ന ഒരു ക്ലൈമറ്റ് ചേഞ്ചിനും നമ്മൾ പ്രതികരിക്കാതെ, അതോടൊപ്പം തന്നെ നമ്മൾ ഭരിക്കുന്ന ഈ വിഡികളായ അവരുടെ ആ ഒരു ഭരണം മേടിക്കാതെ, അതായത് അവർക്ക് സ്വന്തം കാര്യം ചിന്താബാധ, അല്ലെങ്കിൽ യാതൊരു പ്രതികരണ ശേഷി ഇല്ലാത്ത കുറെ ആൾക്കാരാണ്. അവർക്ക് വേണ്ടി യാതൊരു റോഡ് വേണ്ട, ഓക്കെ, അവരവിടെ പോയി തലയും കുത്തി വീഴട്ടെ, എന്നിട്ട് ഇൻഷുറൻസ് കമ്പനി ഞങ്ങൾക്ക് കമ്മീഷൻ തരും എന്നുള്ള രീതിയിലത്തെ കുറെ മന്ത്രിമാരും. അപ്പൊ ആ ഒരു ആൾക്കാരെ എല്ലാം താഴ്ത്തിറക്കിയില്ലെങ്കിൽ നിങ്ങളുടെ യാത്ര എപ്പോഴും ഹോസ്പിറ്റലായിട്ട് തന്നെയായിരിക്കും. കാരണം ആ ഒരു യാത്രക്ക് വേണ്ടി തന്നെയാണ് ഇവിടെ എല്ലാവിധ പ്രൈവറ്റ് ഹോസ്പിറ്റൽസും ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനീസ് എല്ലാം തുടങ്ങിയിരിക്കുന്നു. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഒരിക്കലും ഹെൽത്ത് പാടില്ല. നിങ്ങൾക്ക് ഹെൽത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ പറയുന്ന ഫാർമസ്യൂട്ടിക്കൽസ് പൂട്ടിപ്പോവും, ഇവിടുത്തെ ഹോസ്പിറ്റൽ പൂട്ടിപ്പോവും, അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഇൻഷുറൻസ് കമ്പനി പൂട്ടിപ്പോവും. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ആരോഗ്യം ഉണ്ടാവരുത്. അതോടൊപ്പം തന്നെ ഇതൊക്കെയാണ് അവർ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ബയോളജിക്കൽ പറഞ്ഞ ഏറ്റവും പീക്ക്. അതായത് ഇവിടെയുള്ള ജനതയെ കൊണ്ട് തന്നെ ഇവിടെയുള്ള ആൾക്കാരെ കൊല്ലുന്നു, ഭരിക്കുന്ന ആൾക്കാരെ കൊണ്ട് തന്നെ റോഡിൽ കുഴി കുഴിപ്പിച്ച് അവിടെ വീഴ്ത്തുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയെ പ്രതികരിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ, നമ്മുടെ ഫുഡ്, നമ്മൾ ശ്വസിക്കുന്ന പ്രാണവായു, നമ്മൾ കുടിക്കുന്ന വെള്ളം, ഇതിന്റെ എല്ലാം ഒരു എൻഡ് ഉണ്ട്. നമ്മൾ കഴിക്കുന്ന മരുന്നാന്ന് പറയുന്ന ആ ഒരു വിഷം. അപ്പോൾ ഇതിന്റെ ഒരു എൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു 5 വർഷം ഇതിൽ പ്രതികരിക്കാതെ പോയി കഴിഞ്ഞാൽ, അതായത് റിലാക്സ് ഫോഴ്സും യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിങ്ഡം പറയുന്നതിന് അപ്പുറം നിങ്ങൾ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു സംഭവം ഇവിടെ പ്രാവർത്തികമായില്ലെങ്കിൽ വരാൻ പോകുന്ന സംഭവം വളരെ എളുപ്പം തന്നെയാണ്. അതായത് വേറൊന്നുമല്ല, ഇനി വരാൻ പോകുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും അസുഖങ്ങൾ തന്നെയായിരിക്കും. കാരണം അവരുടെ ഉള്ളിൽ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്നുള്ള കൺസെപ്റ്റ് തന്നെ ആ ഒരു വാക്സിൻ ജനിച്ചു വീഴുന്ന ഒരു അരമണിക്കൂർ തന്നെ വാക്സിൻ കുത്തി വെക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഫോൾട്ട് തന്നെയാണ്. ഇതെല്ലാം ഒരുപാട് ഡെവലപ്ഡ് കൺട്രീസ് എല്ലാം തിരിച്ചറിഞ്ഞ് മാറ്റിയ കാര്യങ്ങളാണ്. ഇന്ത്യ ഇപ്പോഴും ആ ഒരു വിഡ്ഢിത്തരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ കുഞ്ഞുങ്ങളെല്ലാം ഒരു ബ്രോയിലർ കുഞ്ഞ് പോലെ അവർക്ക് എന്നും അസുഖം തന്നെയായിരിക്കും. അവർക്ക് ഇമ്പോർട്ടന്റ് ആയിരിക്കും. അവർക്ക് ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാവില്ല. എന്റെ ഇത്ര നാളത്തെ റിസർച്ചും അതോടൊപ്പം തന്നെ എല്ലാവിധ കാര്യങ്ങൾ അന്വേഷിച്ച് ഞാൻ 100% ഉറപ്പിച്ച് പറയുന്നു, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ എല്ലാം, അതായത് നമ്മുടെ സറൗണ്ടിങ്സ് ജീവിച്ചിരിക്കുന്ന എല്ലാവിധ കുഞ്ഞുങ്ങളും, ഓക്കെ, നമ്മളെല്ലാവരും അഡൾട്ട് ആയതിനു ശേഷമാണ് ഈ പറയുന്ന വിഷവായും വിഷഭക്ഷണവും വിഷവെള്ളവും എല്ലാം കുടിച്ചു തുടങ്ങിയത്. ഓക്കെ, പക്ഷെ ഇപ്പോഴത്തെ കുഞ്ഞ് ഒരു 5 വയസ്സ് അല്ലെങ്കിൽ 2020 മുതൽ ജനിച്ച കുഞ്ഞിന്റെ എല്ലാവിധ ഇന്റേണൽ ഓർഗൻസും നശിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. അതായത് ഈ ഒരു 5 വർഷം കൂടി കഴിയുമ്പോൾ അതൊരു പീക്ക് എത്തിക്കഴിയും. അതായത് അതിന്റെ ഏറ്റവും ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു കാറ്റലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇവിടുത്തെ ലിപ്സ്റ്റിക് കാര്യങ്ങൾ വരുന്നുണ്ട്, നമുക്ക് മേക്കപ്പ് സാധനങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം എക്സ്ട്രീം നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് നശിക്കും. ഓക്കെ, ഇന്റേണൽ ഓർഗൻസ് എന്താന്ന് പോലും അറിയാത്ത ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അതായത് അവർക്ക് പഠിപ്പിക്കുന്നില്ല. ഓക്കെ, കുഞ്ഞുങ്ങളൊന്നും പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല, നമ്മുടെ ഡോക്ടറെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഇവരെല്ലാം എന്താണോ പണ്ട് മുതലേ ഫോളോ ചെയ്തത്, ഈ ഒരു കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് എന്താണോ ഫോളോ ചെയ്തത് അത് തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ എല്ലാം എൻഡ് വേറൊന്നുമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു ഭാവി ഇനി ഉണ്ടാവില്ല. 100% ഉറപ്പുള്ള കാര്യമാണ്. പ്രാണവായുവിൽ വിഷം, കുടിക്കുന്ന വെള്ളത്തിൽ വിഷം, കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം, പിന്നെ നമ്മുടെ എന്റർടൈൻമെന്റും കാര്യങ്ങളെല്ലാം മൊബൈൽ ഫോൺ എന്നുള്ള റേഡിയേഷൻ എന്നുള്ള ഒരു ബോംബിന്റെ ഉള്ളിൽ. അതോടൊപ്പം കണ്ണുകൊണ്ടൊന്നും നല്ല കാഴ്ചകൾ കാണുന്നില്ല, ടെൻഷൻ, സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ, സൂയിസൈഡ്, ഇതെല്ലാം തന്നെയാണ് ഇനി വരാൻ പോകുന്ന ഒരു ഭാവി. നേച്ചറിലേക്ക് ബ്ലെൻഡ് ആയില്ലെങ്കിൽ, അല്ലെങ്കിൽ റിലാക്സ് ഫോഴ്സിന്റെ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിങ്ഡത്തിന്റെ പ്ലാൻ ഒന്നും എസ്റ്റാബ്ലിഷ് ആയില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഭാവി ഒരിക്കലും സന്തുഷ്ടമായിരിക്കില്ല, സമ്പൂർണ്ണമായിരിക്കില്ല.